ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഒരു ഇളനീരിൻ്റെ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നല്ല ട്രെൻഡിങ് ആണല്ലോ അല്ലേ ഇളനീർ പായസം. അപ്പോൾ ഇത് അതിനായിട്ട് 3 ഇളനീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇളനീരിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ, ഒരു സ്പൂൺ വെച്ചിട്ട് ഈ രീതിയിൽ എടുക്കണം കേട്ടോ. ഈ 3 ഇളനീരും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്ലഷും കിട്ടിയിട്ടുണ്ട്, വെള്ളവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് കുറച്ച് ഫ്ലഷ് എടുത്തിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ ചെറുതാക്കി കുനുകുനാ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ കുറച്ച് ഫ്ലഷും കുറച്ച് ഇളനീർ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് അരച്ചെടുക്കണേ. ജ്യൂസ് ആക്കുമല്ലോ, ഇളനീർ ജ്യൂസ് അതുപോലെ കേട്ടോ. ഈ വെള്ളം ഫുൾ എടുക്കുന്നില്ല, പാകത്തിന് കേട്ടോ, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇളനീർ കിട്ടുമല്ലോ അല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ മിക്സിൻ്റെ ജാറുണ്ടല്ലോ പൊടിച്ചെടുക്കുന്നതിലേക്ക് നമുക്ക് മധുരം എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 4 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അത് ഏലക്കായ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോഴേക്കും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ 1 ലിറ്ററിൻ്റെ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കണ്ട നല്ലോണം വറ്റി ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പാലും പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്നിങ്ങനെ വറ്റി വരണം കേട്ടോ. അങ്ങനെ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, ഇളനീർ ജ്യൂസ്, അത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഈ പാലിൻ്റെ മിക്സിലോട്ട്. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നല്ല ചൂടുള്ള പാലിലോട്ടാണല്ലോ ഈ ഇളനീർ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പാകത്തിന് എങ്ങനെയാണോ മധുരം അതിൻ്റെ ആ രീതിയിൽ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മേറ്റ് ഉണ്ടല്ലോ, അത് മധുരത്തിന് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിൽ ആ രീതിയിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇളനീരിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മിൽമ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ, ഒന്ന് കടിക്കാനും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുടിച്ച് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. തണുത്തപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.